Hi all, welcome to Once Gate 2026 complete information series. So നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി എക്സ്ക്ലൂസീവ് ആയിട്ട് ഗേറ്റ് 2026ലേക്കുള്ള കണ്ടന്റ് നിങ്ങൾക്ക് ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ അതിൽ പല കാര്യങ്ങളും നിങ്ങളിപ്പോൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു അല്ലേ? ആപ്ലിക്കേഷൻസ് ഉള്ള കേസുകൾ, അതിൻ്റെ ഫീസുകൾ, ഓർഗനൈസിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ്. അപ്പോൾ ഇനിയുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് എന്ത്, നമ്മൾ പേപ്പർ സെലക്ട് ചെയ്യുമ്പോൾ അല്ലേ, പ്രൈമറി സെക്കൻഡറി പേപ്പറിൽ 2 പേപ്പർ കോമ്പിനേഷൻ. ഒരു ബ്രാഞ്ച് അല്ലെ, നമ്മുടെ മെയിൻ ബ്രാഞ്ച് നമ്മൾ സെലക്ട് ചെയ്താൽ നമുക്ക് ഏതൊക്കെ സെക്കൻഡറി പേപ്പേഴ്സ് ഓപ്റ്റ് ചെയ്യാം. എപ്പോഴും ഒരു കൺഫ്യൂഷൻ വന്നൊരു സെക്ഷനാണ്, ഏത് എടുക്കണം എന്ന് ചിന്തിക്കാം, ഇല്ല എഴുതാൻ പറ്റുമോ എന്ന് ചിന്തിക്കാം. അപ്പോൾ ഏതാണ് അതിൻ്റെ കേസുകളെല്ലാം നമ്മൾ ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. സോ അറൗണ്ട് 30 ബ്രാഞ്ച് പേപ്പേഴ്സ് ഉണ്ട് അല്ലേ. നമുക്ക് എയറോസ്പേസ്, ആർക്കിടെക്ചർ, അഗ്രികൾച്ചർ, സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, കമ്പ്യൂട്ടർ സയൻസ്, അങ്ങനെ പറഞ്ഞ് അറൗണ്ട് 30 ബ്രാഞ്ച് പേപ്പേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഏത് ബ്രാഞ്ചാണോ അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അത് പ്രൈമറി പേപ്പറാണ്. ഏതാണോ നമ്മുടെ ഫസ്റ്റ് പ്രിഫറൻസ് അത് നമ്മുടെ പ്രൈമറി പേപ്പറാണ്. ഇപ്പോൾ നിങ്ങൾ ഇലക്ട്രിക്കൽ സ്റ്റുഡൻസ് ആവാം, ഇല്ല ഇലക്ട്രോണിക്സ് ആവാം, സിവിൽ ആവാം, മെക്കാനിക്കൽ ആവാം, കമ്പ്യൂട്ടർ സയൻസ് ആവാം. അതെന്ന് പറഞ്ഞാൽ എന്താ, നിങ്ങളുടെ പ്രൈമറി പേപ്പറാണ്. അപ്പോൾ പൊതുവേ കുട്ടികൾ ചോദിക്കാറുണ്ട്, ഈവൻ ദോ ഞാൻ സിവിൽ ആണെങ്കിൽ എനിക്ക് മെക്കാനിക്കൽ പ്രൈമറി സെലക്ട് ചെയ്യാമോ, ഇലക്ട്രിക്കൽ സെലക്ട് ചെയ്യാമോ? സെലക്ട് ചെയ്യുന്നതിന് ഇഷ്യൂ ഉണ്ടായിട്ടുള്ള, ബട്ട് സ്റ്റിൽ നിങ്ങളൊരു ഹയർ സ്റ്റഡീസ് പെർസ്യൂ ചെയ്യാന്നിടത്ത് ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടാണോ അവരത് എടുക്കോ ഇല്ലേ എന്നുള്ളൊരു കേസിലൊരു ക്ലാരിഫിക്കേഷൻ വേണം അല്ലേ. ചില ഇൻസ്റ്റിറ്റ്യൂട്ട്സ് എടുക്കും, ചിലത് എടുക്കാറില്ല. അപ്പോൾ നമ്മൾ ഏതാണോ ഫ്യൂച്ചറിൽ ഹയർ സ്റ്റഡീസ് നോക്കണമെങ്കിൽ നമുക്ക് ആ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഏതാണോ അവർ എടുക്കുന്നത് അതിനെ ബേസ് ചെയ്തിട്ട് നോക്കുക. അതല്ലെങ്കിൽ ബെറ്റർ യു സ്റ്റിക്ക് ടു യുവർ കോർ ബ്രാഞ്ചിൽ നിങ്ങൾ പഠിക്കുന്ന ബ്രാഞ്ച് തന്നെ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യണമെന്നത് എപ്പോഴും നല്ലത്. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങളുടെ ഫസ്റ്റ് പേപ്പർ എന്ന് പറഞ്ഞാൽ എന്താ, നിങ്ങളുടെ പഠിച്ചുകൊണ്ടിരിക്കണം ബിടെക് ഇല്ല ബിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന പേപ്പറില്ല ബ്രാഞ്ചാണ് നിങ്ങളുടെ എന്ത്, പ്രൈമറി പേപ്പർ എന്ന് പറയണം. അപ്പോൾ നമുക്ക് മെയിൻ കോർ ബ്രാഞ്ചിൻ്റെ നമുക്ക് അതിൻ്റെ കേസ് നമുക്ക് നോക്കാം. എന്ന് പറഞ്ഞാൽ ഈസി, ട്രിപ്പിളി, സിവിൽ, മെക്ക്, കമ്പ്യൂട്ടർ സയൻസ്, ഈ കോർ ബ്രാഞ്ചിൻ്റെ കേസിൽ നോക്കാം. ഇനി പലപ്പോഴും ഇപ്പോൾ പുതിയ ബ്രാഞ്ചുകളൊക്കെ പോപ്പപ്പ് ചെയ്ത് വന്നിട്ടുണ്ട് അല്ലേ. ഇപ്പോൾ ഡാറ്റാ സയൻസ് എന്നുള്ള രീതിയിൽ, ഇല്ല റോബോട്ടിക്സ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്പ്യൂട്ടർ സയൻസ് എന്നുള്ള രീതിയിലുള്ള ന്യൂ ജനറേഷൻ ബ്രാഞ്ചുകൾ ഇപ്പോൾ പോപ്പപ്പ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അവരുടെ അതേ പേപ്പർ മേ ബി അവൈലബിൾ ആയിരിക്കില്ല. ഇപ്പോൾ ഇലക്ട്രിക്കൽ ആൻഡ് കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറഞ്ഞ പേപ്പർ അവൈലബിൾ ആയിരിക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്താ, ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് നിങ്ങളുടെ പ്രൈമറി പേപ്പറായിട്ട് സെലക്ട് ചെയ്യാം. ഇനി അതേപോലെ ഇലക്ട്രോണിക്സ് ആൻഡ് VLSI എന്ന് പറഞ്ഞ ബ്രാഞ്ച് ആയിരിക്കാം. അങ്ങനെ നിങ്ങൾക്ക് ഇലക്ട്രോണിക്സ് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. ക്ലിയർ. ഇത് അതേപോലെ തന്നെ റോബോട്ടിക്സ് എന്ന് പറഞ്ഞ ബ്രാഞ്ച് ആണെങ്കിൽ നിങ്ങൾക്ക് എന്താ തോന്നില്ല, മെക്കാനിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് സെലക്ട് ചെയ്യാം. അപ്പോൾ മേ ബി നിങ്ങൾ പഠിക്കുന്ന അതേ ബ്രാഞ്ച് ഗേറ്റിന് ഉണ്ടാവില്ലായിരിക്കാം, ബട്ട് യു ക്യാൻ സെലക്ട് എനി ഓഫ് ദീസ്. ഔട്ട് ഓഫ് ദീസ് 30 നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ഏറ്റവും ക്ലോസസ്റ്റ് ആയിട്ട് നിൽക്കുന്ന പേപ്പർ എന്ത് ചെയ്യുക, നിങ്ങളുടെ പ്രൈമറി പേപ്പറായിട്ട് എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക. ഓക്കെ. അപ്പോൾ നമുക്കിപ്പോൾ ഫസ്റ്റ് വൺ സിവിലിൻ്റെ കേസ് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ സിവിലാണ് നിങ്ങളുടെ പ്രൈമറി പേപ്പർ എങ്കിൽ നിങ്ങൾക്ക് ഇത്രയും ഓപ്ഷൻസ് ഉണ്ട്. എന്ത്, സെക്കൻഡറിയിൽ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്യാം. അപ്പോൾ സിവിൽ കുട്ടികൾക്കാണെങ്കിൽ വേണമെങ്കിൽ എന്താ, എയറോസ്പേസ് എന്ന് പറഞ്ഞ പേപ്പർ, അതല്ലെങ്കിൽ അഗ്രികൾച്ചർ, അതേപോലെ ആർക്കിടെക്ചർ, എൻവയോൺമെൻറ്റ് സയൻസ്, ജിയോമാറ്റിക്സ്, നേവൽ ആർക്കിടെക്ചർ, എൻജിനീയറിംഗ് സയൻസ്. അപ്പോൾ ഈ 7 പേപ്പറിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് വേണമെങ്കിൽ എന്താ, സെക്കൻഡറി പേപ്പറായിട്ട് സെലക്ട് ചെയ്യാം. അപ്പോൾ അതെന്തിനാണ് സെക്കൻഡറി എഴുതേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ മേ ബി ചിന്തിക്കുന്നതാണെങ്കിൽ, നിങ്ങൾ ഹയർ സ്റ്റഡീസോ ജോലിയോ ഈ ഒരു ഫീൽഡിൽ ഏതെങ്കിലും നോക്കണ്ടെങ്കിൽ ആ ഒരു സെക്കൻഡറി പേപ്പർ ഓപ്റ്റ് ചെയ്ത് ക്രാക്ക് ചെയ്ത് അതിൻ്റെ കറസ്പോണ്ടിങ് ഫീൽഡിൽ പോകാം. മാൻഡേറ്ററി അല്ല, നിങ്ങൾക്ക് താല്പര്യം എന്തെങ്കിലും എന്ത് ചെയ്യാം, സെക്കൻഡറി പേപ്പർ ഔട്ട് ഓഫ് ദീസ് എന്താ ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്യാം. ഇനി ഇതിലും കൺഫ്യൂഷൻസ് വരാറുണ്ട്, ഞാൻ ഏത് എടുക്കണം എന്നുള്ളത്. അപ്പോൾ ഒന്നാമത്തെ തിങ് നിങ്ങളുടെ ആ ഒരു അല്ലെ ഇഷ്ടം, അതാണല്ലോ മെയിൻ തിങ്. പാഷൻ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഇപ്പോൾ സിവിൽ ഒന്നുകൂടി ഒരു ആർക്കിടെക്ചർ ഫീൽഡിൽ പോവാം എന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ ആർക്കിടെക്ചർ സെലക്ട് ചെയ്യാം. ഇനി അതല്ലെങ്കിൽ ജിയോമാറ്റിക്സിലെ നേവൽ ആർക്കിടെക്ചറിലെ ഫീൽഡിൽ പോകണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ ആ പേപ്പർ സെലക്ട് ചെയ്യാം. അതാണ് ഒരു കേസ്. ഇനി എങ്ങനെയെങ്കിലും ക്രാക്ക് ചെയ്യാമെന്നൊക്കെ ചിന്തിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ എഞ്ചിനീയറിംഗ് സയൻസ് എന്ന് പറഞ്ഞ പേപ്പറൊക്കെ ആകുമ്പോഴായാലും 2 കോർ സബ്ജക്റ്റ് മാത്സ് ആപ്റ്റിറ്റ്യൂഡൊക്കെയാണ് വേണ്ടത്. പക്ഷേ കോർ ആയാലും കുറച്ചും കൂടി വൈഡാണ് കമ്പയർഡ് ടു, അല്ലെങ്കിൽ നിങ്ങളുടെ മെയിൻ പേപ്പറിനെക്കാട്ടും കുറച്ചും കൂടി വൈഡാണ് നിങ്ങളുടെ കോർ പേപ്പർ. അപ്പോൾ സെലക്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് തിങ് നിങ്ങൾ അതിൻ്റെ സിലബസ് നോക്കുക. എന്നിട്ട് അത് ഓക്കെ ആണോ, നിങ്ങൾ പഠിക്കാത്ത സബ്ജക്ട്സ് ഉണ്ടാവും, പഠിക്കാത്ത ചാപ്റ്റേഴ്സ് ഉണ്ടാവും, ടോപ്പിക്സ് ഉണ്ടാവും. അപ്പോൾ സിലബസ് നോക്കുക, അത് നിങ്ങൾക്ക് ഓക്കെ ആണോ. ഇപ്പോൾ ഇതിൽ ഏതെങ്കിലും സെലക്ട് ചെയ്യുന്ന കൺഫ്യൂഷൻ വരുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ എന്ത് ചെയ്യുക, സിലബസ് നോക്കുക, ഏതാണോ കമ്പാരിറ്റീവ്ലി ബെറ്റർ അത് നോക്കുക. അതേപോലെ അതിൻ്റെ പ്രീവിയസ് ഗേറ്റ് പേപ്പേഴ്സൊക്കെ ജസ്റ്റ് ഒന്ന് ചെക്ക് ഔട്ട് ചെയ്ത് നോക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, നിങ്ങളുടെ പേപ്പർ സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ആ ഒരു പ്രിഫറൻസ് പ്ലസ് ആ ക്രാക്ക് ചെയ്യാനുള്ള ഈസിനെസ് നോക്കുമ്പോൾ ആ ഒരു കട്ട് ഓഫ് കാര്യങ്ങളൊക്കെ ഇവാലുവേറ്റ് ചെയ്ത് സെലക്ട് ചെയ്യണത് എപ്പോഴും നല്ലതാണ്. കഴിഞ്ഞ 25-24 ഗേറ്റ് പേപ്പേഴ്സിൽ വന്ന കട്ട് ഓഫ് കാര്യങ്ങൾ ശ്രദ്ധിച്ച് സെലക്ട് ചെയ്യുക. നൗ സെക്കൻഡ് തിങ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇപ്പോൾ ഇലക്ട്രോണിക്സ് പേപ്പർ ആണെങ്കിൽ അത് നിങ്ങളുടെ പ്രൈമറി
പ്രൈമറി പേപ്പർ ആണ് നിങ്ങൾക്ക് എന്താ കമ്പ്യൂട്ടർ സയൻസ്, അല്ലെ ഡാറ്റ സയൻസ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഇലക്ട്രിക്കൽ, ഇൻസ്ട്രുമെൻറ്റേഷൻ, ഫിസിക്സ്. ഇതിൽ ഏതെങ്കിലും പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താ സെക്കൻഡറി ആയിട്ട് ഓപ്റ്റ് ചെയ്യാം. സിമിലർലി കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻസ് ആണെങ്കിൽ എന്താ ഡാറ്റ സയൻസ്, ഇലക്ട്രോണിക്സ്, അതേപോലെ ജിയോമാറ്റിക്സ്, മാത്സ്, ഫിസിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, ഇതിൽ ഏതെങ്കിലും പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം സെക്കൻഡറി ആയിട്ട് ഓപ്റ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഇലക്ട്രിക്കൽ സ്റ്റുഡൻസ് ആണെങ്കിൽ എന്താ ഡാറ്റ സയൻസ്, ഇലക്ട്രോണിക്സ്, ഇൻസ്ട്രുമെൻറ്റേഷൻ, ഫിസിക്സ്, ഇതിൽ ഏതെങ്കിലും പറഞ്ഞാൽ സെക്കൻഡറി ആയിട്ട് നിങ്ങൾക്ക് എന്താ ഓപ്റ്റ് ചെയ്യാം. സിമിലർലി തന്നെയാണ് എന്ത് നമ്മുടെ മെക്കാനിക്കൽ ബ്രാഞ്ച് നോക്കാൻ നേരത്ത് നിങ്ങൾക്ക് എന്താ എയറോസ്പേസ്, ഡാറ്റ സയൻസ്, ഇൻസ്ട്രുമെൻറ്റേഷൻ, നേവൽ, ഫിസിക്സ്, എഞ്ചിനീയറിംഗ് സയൻസ്, ഇതിൽ ഏതെങ്കിലും പറഞ്ഞാൽ എന്താണ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഏതാണോ നിങ്ങളുടെ പ്രൈമറി പേപ്പർ അത് നോക്കുക, അതിനനുസരിച്ച് ഇപ്പോൾ സിമിലർലി നോക്കുക എയറോസ്പേസ് നോക്കുമ്പോഴായാലും എന്താ സിവിൽ, മെക്കാനിക്കൽ സ്റ്റുഡൻസിന് അതിൻ്റെ എന്താ കറസ്പോണ്ടിങ് സെക്കൻഡറി പേപ്പർ നിങ്ങൾക്ക് എന്താ ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതേപോലെയാണ് എന്താ എല്ലാ കേസിലും എന്താ വരുന്നത്, ഏതാണോ നിങ്ങളുടെ പ്രൈമറി പേപ്പർ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സെക്കൻഡറി പേപ്പേഴ്സ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താ സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഇൻസ്ട്രുമെൻറ്റേഷൻ കുട്ടികൾക്കാണെങ്കിൽ എന്താ BM, EC, EEE, ME ആ രീതിയിൽ എന്താ എടുക്കാവുന്ന. ക്ലിയർ ആണോ? അപ്പോൾ ഇതാണ് എന്ത് ഫസ്റ്റ് പേപ്പറും അതേപോലെ തന്നെ എന്താ എൻ്റെ സെക്കൻഡറി പേപ്പർ. അപ്പോൾ നിങ്ങൾ എക്സാം അപ്ലൈ ചെയ്യുന്ന സമയത്ത് രണ്ടും കൊടുക്കണം അല്ലേ. നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ ഒരു 5 സ്റ്റെപ്പ് പ്രൊസീജിയറാണെന്ന് ഓൾറെഡി ഉള്ള വീഡിയോസിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അത് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രൈമറി പേപ്പർ സെലക്ട് ചെയ്യുമ്പോൾ ഏതാണ് സെക്കൻഡറി എന്നുള്ളത് നിങ്ങൾക്ക് ചോദിക്കും. 1 പേപ്പറാണോ 2 പേപ്പറാണെന്ന് ചോദിക്കും. 1 ആണെങ്കിൽ ഒരെണ്ണം കൊടുത്താൽ മതി, 2 ആകുമ്പോൾ 2 സെലക്ട് ചെയ്യണം. അപ്പോൾ അത് ഓൾറെഡി പ്ലാൻ ചെയ്യുക. നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ചെന്ന് കഴിയുമ്പോഴേക്കും 1 എഴുതണോ 2 എഴുതണോ അല്ലെങ്കിൽ 2 എഴുതിയേക്കാം, 2 ഏതെങ്കിലും സെലക്ട് ചെയ്ത് പോകരുത്. ഡബിൾ ദ ഫീസാണ്. 4000 രൂപയോളമൊക്കെ മെയിൽ കാൻഡിഡേറ്റ്സിന് വരും, ഫീമെയിലിനാണ് 2000 രൂപയോളം വരും. അപ്പോൾ ഓൾറെഡി ഒന്ന് ഫിക്സ് ചെയ്യുക, അതിനനുസരിച്ച് എന്ത് ചെയ്യുക അപ്ലൈ ചെയ്യുക. ഓക്കെ, സോ വൺസിൽ ഇപ്പോൾ ഗേറ്റ് 2026 കോഴ്സുകൾ ഇപ്പോൾ ആക്റ്റീവ് ആയിട്ടുണ്ട്. ലേണിംഗ് കോഴ്സ് ലോഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ 26 എക്സാം നിങ്ങൾ ക്രാക്ക് ചെയ്യാനായിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് കോഴ്സ് വൺസിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. വിത്ത് സ്മാർട്ട് ക്ലാസ് വീഡിയോസ്, മെറ്റീരിയൽസ്, ഹാർഡ് കോപ്പി സ്റ്റഡി മെറ്റീരിയൽ, ടെസ്റ്റ് സീരീസ്, എക്സ്ക്ലൂസീവായിട്ട് 26 ഗേറ്റ് എക്സാം ക്രാക്ക് ചെയ്യാവുന്ന രീതിയിലാണ് കോഴ്സ് ഫർണിഷ് ചെയ്തേക്കുന്നത്. സോ ഡീറ്റെയിൽസിനായിട്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്യാം, അതല്ലെങ്കിൽ നമ്മുടെ നമ്പേഴ്സിലായാലും കോൺടാക്ട് ചെയ്യാം. സോ പ്രിപ്പയർ സ്മാർട്ട് ആൻഡ് ക്രാക്ക് ഗേറ്റ് 2026 in your first attempt.